ഗുഡ് മോർണിംഗ്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഈ രണ്ട് വിഭാഗങ്ങളിൽ പ്രത്യേകതകളും അവയിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ഓപ്പറേഷൻസും അതിൻ്റെ അൽഗോരിതംസുമാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സോ ക്യൂ എന്നുള്ളതിൻ്റെ പ്രത്യേകത, ക്യൂ എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ ഫിഫോ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ഫിഫോ മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം ഇൻസേർട്ട് ചെയ്യപ്പെട്ട എലിമെൻറ്റ് ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെടും, റിമൂവ് ചെയ്യപ്പെടും. അതിലെ ഇൻസേർഷൻ പ്രോസസ്സ് നടക്കുന്നത് റിയർ എൻഡിലും ഡിലീഷൻ പ്രോസസ്സ് നടക്കുന്നത് ഫ്രണ്ട് എൻഡിലുമാണ്. ഒന്നുകൂടി, ഇൻസേർഷൻ പ്രോസസ്സ് നടക്കുന്നത് റിയർ പൊസിഷനിലും ഡിലീഷൻ പ്രോസസ്സ് നടക്കുന്നത് ഫ്രണ്ട് പൊസിഷനിലുമാണ്. സോ ഈ ഒരു ക്യൂ ഒന്ന് നോക്കുക. ഈ ക്യൂവിൽ ഫ്രണ്ട് ഇവിടെയാണ് ഡിലീഷൻ പ്രോസസ്സ് നടക്കുക. റിയർ എൻഡ്, റിയർ പൊസിഷൻ ഇവിടെയാണ്. 0, ഇൻഡെക്സ് 1, 2, 3, 4. സോ ഫ്രണ്ട് 0 പൊസിഷൻ, റിയർ 4th പൊസിഷൻ. റിമൂവൽ നടക്കുന്നത് 25 എന്നുള്ള എലിമെൻ്റാണ് റിമൂവ് ചെയ്യപ്പെടുക. ഇൻസേർഷൻ നടക്കുന്നത് ഈ 4th പൊസിഷനിൽ 65 എന്ന എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെയായിരിക്കും. ഇതാണ് ക്യൂവിൻ്റെ പ്രത്യേകത. ഇനി ക്യൂവിൻ്റെ ക്യൂയുടെ അൽഗോരിതം നമുക്കൊന്ന് നോക്കാം. ഇൻസേർട്ട് ചെയ്യാനുള്ള ക്യൂ അൽഗോരിതം ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് റിയർ ഈക്വൽ ടു -1, if rear equal to -1, ഈ എക്സാമ്പിൾ പ്രകാരം റിയർ എപ്പോഴാണ് -1 ആവുക? ഇപ്പോഴും റിയറിൻ്റെ വാല്യൂ 4 ആണ്. റിയർ -1 ആവുക 3, 2, 1, 0, -1. റിയർ എന്നുള്ളത് ഈ ഫ്രണ്ടിൻ്റെയും ഈ 0യുടെയും ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുന്ന അവസരത്തിലാണ് റിയർ -1 ആവുക. അപ്പോൾ അതിനർത്ഥം റിയർ -1 ആയിക്കഴിഞ്ഞാൽ ഈ ക്യൂ എം ടി ആണെന്നാണ് അർത്ഥം. അപ്പോൾ എം ടി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് റിയർ -1 ആണോ ചെക്ക് ചെയ്യുന്നത്. റിയർ -1 ആണെങ്കിൽ that means the queue is empty. ഇനി റിയർ -1 ആണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ഫ്രണ്ട് എന്നുള്ള പോയിന്റർ വേരിയബിളും റിയർ എന്നുള്ള പോയിന്റർ വേരിയബിളും 0th പൊസിഷനിലോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ അതിന് രണ്ടിൻ്റെയും വാല്യൂ 0 എന്നുള്ള ഇൻഡെക്സ് വാല്യൂ ഫ്രണ്ട് എന്നുള്ള വേരിയബിളിനും റിയർ എന്നുള്ള പോയിന്റർ വേരിയബിളിനും അസൈൻ ചെയ്യുക. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ VAL എന്നുള്ള വേരിയബിളിനകത്താണ്. ആ വാല്യൂ ക്യൂവിൻ്റെ റിയർ പൊസിഷനിൽ അല്ലെങ്കിൽ ഫ്രണ്ട് പൊസിഷനിൽ, ബിക്കോസ് ഫ്രണ്ട് ആൻഡ് റിയർ ആർ ബോത്ത് ആർ 0. സോ 0th പൊസിഷനിലോട്ട് പുതിയ എലിമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തേക്കുക. സോ ഇൻസേർഷൻ പ്രോസസ് ആക്ച്വലി ഇൻസേർഷൻ ഓവർ ആയി കഴിഞ്ഞു. ഇനി റിയർ ഈക്വൽ ടു -1 അല്ല എങ്കിൽ പിന്നീട് വരാൻ സാധ്യതയുള്ളത് റിയർ ലെസ് ദാൻ n ആണ്. ഈ സിറ്റുവേഷൻ റിയർ ലെസ് ദാൻ n ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ? ഈ എക്സാമ്പിൾ പ്രകാരം റിയറിൻ്റെ n-ൻ്റെ വാല്യൂ 9 ആണ്. ദാറ്റ് മീൻസ് മാക്സിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്, ദാറ്റ് ഈസ് 9. അപ്പോൾ റിയറിൻ്റെ വാല്യൂ 4. സോ റിയർ ഈസ് ലെസ് ദാൻ n. അങ്ങനെ റിയറിൻ്റെ വാല്യൂ n-നേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക? റിയർ ഇപ്പോഴെവിടെയാണുള്ളത് അതിൽ നിന്നും ഒന്ന് മുന്നോട്ട് പോവുക. അതായത് ഈ എക്സാമ്പിൾ പ്രകാരം റിയർ ഇപ്പോഴുള്ളത് 4ലാണ്. ഇനി ഞാൻ പുതിയൊരു എലിമെൻ്റ് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റിയർ എന്നുള്ള ഈ പോയിന്റർ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ഈ പൊസിഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നീട് ഞാൻ ഈ പുതിയ എലിമെൻ്റ് ഇൻസേർട്ട് ചെയ്യുക ഇവിടെയായിരിക്കും. ഓക്കെ, റിയർ ഈക്വൽ ടു റിയർ +1. ആ റിയർ വാല്യൂ പൊസിഷനിലോട്ട്
നിങ്ങളുടെ പുതിയ എലിമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തേക്കുക. ഇനി ഇത് ഈ രണ്ട് കേസുകളും അല്ലെങ്കിൽ പിന്നീട് വരാൻ സാധ്യതയുള്ളത് ഈ റിയർ എന്നുള്ളത് ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പുതിയൊരു എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഓവർഫ്ലോ, ക്യൂ ഓവർഫ്ലോ ആയിരിക്കും. ഇത് ഈ ഒന്നാമത്തെ റിയർ ഈക്വൽ ടു -1 എന്നുള്ള കേസ്, അതുപോലെ റിയർ ലെസ് ദാൻ n എന്നുള്ള ഈ രണ്ട് കേസുകളും ഫോൾസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് ഓവർഫ്ലോ. സോ ക്യൂ ഓവർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്യുക. ഇതാണ് ഇൻസേർഷൻ ഓപ്പറേഷൻ, ക്യൂവിനകത്തുള്ള ഇൻസേർഷൻ ഓപ്പറേഷൻ. ശ്രദ്ധിക്കുക, ഇൻസേർഷൻ നടക്കുന്നത് എപ്പോഴും റിയർ എൻഡിലായിരിക്കും. ഡിലീഷൻ നടത്തുന്നത് ഫ്രണ്ട് എൻഡിലായിരിക്കും. നോക്കുക, ഈ എക്സാമ്പിൾ പ്രകാരം ഡിലീഷൻ ഓപ്പറേഷൻ നടത്തുന്ന ഫ്രണ്ട് എൻഡിലുള്ള എലിമെൻറ്റ് 25 ആണ്. 25 എന്നുള്ള എലിമെൻറ്റിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഒന്ന് മുന്നോട്ട് പോകും. വീണ്ടും 16 എന്നുള്ള എലിമെൻറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1-ലുണ്ടായിരുന്ന ഈ പൊസിഷനിലുണ്ടായിരുന്ന ഫ്രണ്ട് ഒന്ന് മുന്നോട്ട് പോകും. വീണ്ടും 38 എന്നുള്ള എലിമെൻറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് പോയി 3-ലോട്ട് വരും. അതായത് ഫ്രണ്ട് വിൽ ബി the new value for front will be 3. അപ്പോഴും റിയറിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. ദിസ് ഈസ് ദ ലോജിക്. ഇതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. If front greater than -1 and front less than rear. If front greater than -1, നോക്കുക, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1, ഈ സിറ്റുവേഷനിൽ ഫ്രണ്ട് ഇവിടെയാണുള്ളത്. റിമൂവ് ചെയ്യുന്നതിന് മുന്നേ 25 എന്നുള്ള ഈ വാല്യൂവിന് നേരെയാണ് ഫ്രണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു 0 ആയിരുന്നു. ഫ്രണ്ട് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 അതിൽ ട്രൂ ആണ്. ഫ്രണ്ട് ലെസ് ദാൻ റിയർ, റിയർ വാല്യൂ എത്രയാണ്? റിയറിൻ്റെ വാല്യൂ 2 എന്നാണ്. തീർച്ചയായും ഈ രണ്ട് കണ്ടീഷൻസും ട്രൂ ആണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ റിയർ, ബോത്ത് കണ്ടീഷൻസ് ആർ ട്രൂ. അത് രണ്ടും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രണ്ടിലുള്ള എലിമെൻറ്റിനെയാണ് റിമൂവ് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ടിലുള്ള എലിമെൻറ്റ് 25 ആണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള എലിമെൻറ്റ് ക്യൂ ഓഫ് ഫ്രണ്ട് ആണ്. അതിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുക, വാൽ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിനെ ഒന്ന് മുന്നോട്ടേക്ക് മൂവ് ചെയ്യുക. അതാണ് ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1, 0-ൽ നിന്നും 1-ലോട്ട് എത്തി. അതാണ് ഫ്രണ്ട് ഈക്വൽ ടു 1 ആയി മാറി. ഓക്കെ, ഇനി പ്രിന്റ് ക്യൂ അണ്ടർഫ്ലോ. ഈ കേസ് ട്രൂ അല്ല എങ്കിൽ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ റിയർ, ഈ കണ്ടീഷൻ ട്രൂ അല്ല എങ്കിൽ അതിനർത്ഥം ക്യൂ അണ്ടർഫ്ലോ, ക്യൂവിനകത്ത് എലിമെൻറ്റ്സ് ഇല്ല, നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ എലിമെൻറ്റ്സ് ഇല്ല എന്നാണ് അർത്ഥം. ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രകാരം ഫ്രണ്ട് ആദ്യം 0 എന്നായിരുന്നു, അടുത്ത ഇറ്ററേഷനിൽ ഫ്രണ്ട് 1 ആയി മാറി, വീണ്ടും അടുത്ത ഇറ്ററേഷനിൽ ഫ്രണ്ട് 2 ആയി മാറി, വീണ്ടും 38 എന്നുള്ള ഈ എലിമെൻറ്റിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് 3 ആയി മാറും. ആ സിറ്റുവേഷനിൽ ഫ്രണ്ട് എന്നുള്ളത് റിയറിനെ ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഫ്രണ്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ റിയർ. അങ്ങനെ ഫ്രണ്ട് റിയറിനേക്കാൾ വലുതാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക? ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. ഫ്രണ്ട് എന്നുള്ളതും റിയർ എന്നുള്ളതും -1 ആക്കി ഇവിടെ പുതിയ എലിമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ algorithm for deletion operation from a queue. ഈ അൽഗോരിതവും വളരെ ശ്രദ്ധിച്ച് പഠിക്കുക, ഇത് മനസ്സിലാക്കി പഠിക്കുക, ഒരുപാട് തവണ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് നന്നായി എഴുതാൻ സാധിക്കൂ.
ഇൻസേർഷൻ ഓപ്പറേഷനും ഡിലീഷൻ ഓപ്പറേഷനും അതിൻ്റെ പ്രോഗ്രാം രൂപത്തിൽ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന അതേ ലോജിക്ക് തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് അതൊരു പ്രോഗ്രാമിൻ്റെ ലോജിക്കിൽ ഒരു പ്രോഗ്രാമിൽ C++ സിൻറ്റാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസേർഷൻ ക്യൂ എന്നും ഡിലീഷൻ ക്യൂ എന്നും ഉള്ള രണ്ട് ഫങ്ഷൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണത്. ഇനി ക്യൂയുടെ ആപ്ലിക്കേഷൻസ് സാധാരണയായി ജോബ് ഷെഡ്യൂളിംഗ്, നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സർ അല്ലെങ്കിൽ മെമ്മറിയുടെയൊക്കെ ജോബ് ഷെഡ്യൂളിംഗ് നടത്തുന്ന സാധാരണ ക്യൂ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ പ്രിൻറ്റിംഗ് പ്രോസസ്സ്, ഒരുപാട് പ്രിൻറ്റിംഗ് കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിൻറ്റിംഗ് പ്രോസസ്സുകൾ നടത്തുന്നത് ക്യൂ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ നടത്താറുള്ളത്. സർക്കുലർ ക്യൂ, സാധാരണഗതിയിൽ നമുക്ക് ലീനിയർ ക്യൂയുടെ ഒരു കുഴപ്പം, സപ്പോസ് ഡിലീഷൻ ഓപ്പറേഷൻ നിങ്ങൾ നടത്തി, ഫ്രണ്ട് ഇവിടെയാണ്, ക്യൂ റിയർ ഇവിടെയാണ്, ഈ രണ്ട് പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ നാച്ചുറലി നിങ്ങളൊരു ഈ ഡിലീറ്റ് ഓപ്പറേഷൻ നടത്താൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ എലിമെൻറ്റ് ഇല്ല എന്ന ഒരു റിപ്ലൈ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ അൽഗോരിതത്തിൽ പ്രകാരം നമുക്ക് ലഭിക്കുക. പക്ഷേ ഇവിടെ ഈ ക്യൂവിനകത്ത് 3 എലിമെൻറ്റ്സ് ഉണ്ട്. ഈ 3 എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ലീനിയർ ക്യൂയുടെ ലിമിറ്റേഷൻസ് ഇതൊക്കെയാണ്. നമുക്ക് ഇൻസേർഷൻ പ്രോസസ്സ് നടത്താൻ സ്പേസ് ഉണ്ടെങ്കിൽ കൂടി പലപ്പോഴും സാധിക്കില്ല. അതുപോലെ ഡിലീഷൻ ഓപ്പറേഷൻ നടത്താൻ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടി സാധിക്കില്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കുലർ ക്യൂസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സർക്കുലർ ക്യൂസിൻ്റെ പ്രത്യേകത നോക്കുക. ഈ സർക്കുലർ ക്യൂസിൽ ഫ്രണ്ട്, ഈ എക്സാമ്പിൾ പ്രകാരം നമുക്ക് നോക്കാം, ഫ്രണ്ട് ഇവിടെയാണ്, റിയർ ഇവിടെയാണ്. നിങ്ങൾക്ക് എലിമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നു, ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, അടുത്ത എലിമെൻറ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതേ സമയത്ത് നിങ്ങൾ റിമൂവ് ചെയ്യുന്ന എലിമെൻറ്റ് 25 എന്നുള്ള എലിമെൻ്റ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് 25-ൽ നിന്നും ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് ഇവിടെ എത്തിച്ചേരും ഫ്രണ്ട്. വീണ്ടും 13 എന്നുള്ള എലിമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എന്നുള്ളത് ഇവിടെ എത്തിച്ചേരും. ശ്രദ്ധിക്കേണ്ട കാര്യം, അതേ സമയത്ത് നിങ്ങൾക്ക് ഇൻസേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇൻസേർഷൻ നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യൂസിനെയാണ് സർക്കുലർ ക്യൂസ് എന്ന് പറയുക. റിയർ ഗെറ്റ്സ് ഇറ്റ്സ് ഹയസ്റ്റ് വാല്യൂ. റിയർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് പ്രകാരം 7th ഇൻഡെക്സിൽ റിയർ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇൻസേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇൻസേർഷൻ നടത്താൻ സാധിക്കും. ഇൻഡെക്സ് 0-ലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ പുതിയൊരു എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് റിയർ ഈ 7th ഇൻഡെക്സിൽ നിന്നും റിയർ 0-ലോട്ട് മൂവ് ചെയ്യപ്പെടും. അതാണ് 0th ഇൻഡെക്സിൽ 18 എന്നുള്ള വാല്യൂ നിങ്ങൾ ഇൻസേർട്ട് ചെയ്തത്. ഇത്രയുമാണ് ക്യൂ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള സെക്ഷനിനെ കുറിച്ച്, അതിലെ അൽഗോരിതംസിനെ കുറിച്ചും അതിലെ പ്രോഗ്രാംസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ലിങ്ക് ലിസ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.